സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ബ്രെഡ് സൈഡ് പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഇതുപോലെ 2 പീസസും ചേർത്തൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഇനി വേണ്ടത് മാങ്ങയാണ്. നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് മാങ്ങയാണ്. നല്ല പഴുത്ത് മധുരമുള്ള മാങ്ങ എടുത്തോളണേ. ചെറിയ പീസാക്കിയിട്ടൊരു ബ്ലെൻഡറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ബ്രെഡ് ഒന്ന് നനച്ചെടുക്കാനായിട്ട് ഈ ഒരു മാംഗോയുടെ മിക്സാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ അരച്ച പേസ്റ്റിൽ നിന്ന് കുറച്ചൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് പാലും മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബ്രെഡ് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മാറ്റി വയ്ക്കുക. അടുത്ത ലെയർ വിപ്പിംഗ് ക്രീമിലാണ്. കുറച്ച് വിപ്പിംഗ് ക്രീം സ്റ്റിഫായിട്ടൊന്നും ബീറ്റ് ചെയ്യണ്ട കേട്ടോ, ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി. മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ആ ഒരു സെക്കൻഡ് ലെയറായിട്ട് കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഏറ്റവും ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ആ ഒരു ടൈമിൽ ഏറ്റവും ടോപ്പിലേക്ക് നമുക്കിനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാംഗോയിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്ന് ജാമൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു ടെക്സ്ചറിലേക്ക് ഒന്ന് നമ്മൾ തിളപ്പിച്ചതുപോലെ തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചൂട് മാറിയതിന് ശേഷമാണ് ഏറ്റവും ടോപ്പിലേക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു മാംഗോ സീസൺ കഴിയുന്നതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്